സർ, പമ്പയിൽ ഒരു ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചു പൊളിഞ്ഞു. ഇപ്പോഴിതാ മലബാറിൽ ഒരു പുതിയ സംഗമം സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് നമ്മുടെ LDF. അത് പാലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനമാണ്. സത്യത്തിൽ അങ്ങനെ ഒരു സമ്മേളനം നടത്താൻ നിയമപരമായിട്ട് കഴിയുമോ? അതിനുള്ള അധികാരം ഈ പറയുന്നത് പോലെ ആർക്കെങ്കിലും ഉണ്ടോ? മലപ്പുറത്ത് നടത്തുന്നത് വളരെ പ്രസക്തമായിട്ടുള്ള കാര്യമാണ്. കാരണം മലപ്പുറം ജില്ല തന്നെ CPM-ന്റെ സംഭാവന. അന്ന് പറഞ്ഞത് മറ്റൊരു പാകിസ്ഥാനാക്കും അവർ കേരളത്തിലെ ഒരു ജില്ലയെ എന്നാണ് അന്ന് പറഞ്ഞിരുന്നത്. കോൺഗ്രസ്സുകാർ പറഞ്ഞിരുന്നത്. ആ വിമർശനങ്ങളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് EMS അവരുടെ മന്ത്രിസഭയ്ക്ക് ഭൂരിപക്ഷം കിട്ടാൻ വേണ്ടിയിട്ട്, അവരുടെ ഭരണകൂടത്തിന് ഭൂരിപക്ഷം കിട്ടാൻ വേണ്ടി കാണിച്ച ഒരു ഭീകരതയാണ് മലപ്പുറം മതത്തിന്റെ പേരിൽ ഒരു ജില്ല അനുവദിക്കുക, വെള്ളിത്തളികയിൽ വെച്ച് സമ്മാനിച്ചു കൊടുക്കുക എന്ന് പറയുന്നത്. ഞാനൊരിക്കൽ ഇത് BT രണദവിയോട് ചോദിച്ചു, എന്തുകൊണ്ട് മതത്തിന്റെ പേരിൽ ഇങ്ങനെ ഒരു ജില്ല അനുവദിച്ചു? BT രണദവി അന്ന് വളരെ വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ പാർട്ടി സമ്മേളനം വിജയവാഡയിൽ വെച്ച് നടക്കുമ്പോൾ, അതങ്ങനെയല്ല, അതിന്റെ ആ പിന്നാക്കാവസ്ഥ കൊണ്ട് കൊടുത്തതാണ്. അതൊരു മതത്തിന് വേണ്ടി കൊടുത്തതല്ല. പിന്നാക്കാവസ്ഥ മറ്റോ പേരിടാമായിരുന്നല്ലോ, മലപ്പുറം എന്നുള്ള പേരിലാണ് അത് അറിയപ്പെട്ടത്. അതുപോലെ അത് അദ്ദേഹത്തിന് അത് ന്യായീകരിച്ചേ പറ്റൂ. അദ്ദേഹത്തിന് പറയാം മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. അവരെല്ലാം അങ്ങനെ വിശ്വസിച്ചിരുന്ന ആൾക്കാരാണ്. ആദർശവാന്മാരായിട്ടുള്ള തെറ്റായിട്ടുള്ള പൊളിറ്റിക്കൽ സ്റ്റഡി വന്നു കാണും. അതാണ് ഈ കൽക്കട്ട തീസിസും ഒക്കെ വന്നത്. നമുക്കവരെ അംഗീകരിക്കുക. ബാസവപുനയായാലും സുന്ദരിയായാലും അതൊക്കെയാണ് സുന്ദരമായ ഒരു കാലം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രമണീയം ഒരു കാലം. പക്ഷെ ഇപ്പോൾ പാർട്ടി വളർന്നതും കുറച്ചെങ്കിലും പാർലമെന്ററി വ്യാമോഹം അങ്ങോട്ട് ബാധിച്ച് അന്തതിമിരമായിട്ട് കമ്മ്യൂണിസ്റ്റ് ചക്ഷുസുകളിലേക്ക് പടർന്നു കയറി ഇപ്പം എന്താ കാട്ടിക്കൂട്ടുന്നത്? മതേതരത്വം ഭരണഘടന എന്ന് പറയുന്നവർ പമ്പയിലൊരു അയ്യപ്പ സംഗമം സംഘടിപ്പിക്കും. അയ്യപ്പൻ ആരാ? സാക്ഷാൽ കാൾ മാർക്സിന്റെ അനിയനോ, അതോ ഏംഗൽസിന്റെ അനിയനോ, സ്റ്റാലിൻ്റെ അനിയനോ? നിങ്ങളിവിടെ മതേതരത്വമാണ് ഭരണഘടന പറയുന്നത്. നിങ്ങളുടെ ഒരു മതത്തിന്റെ പേരിൽ, ഒരു മതത്തിന്റെ ദൈവത്തിന്റെ പേരിൽ എന്തിനാ സംഗമം സംഘടിപ്പിക്കുന്നത്? അത് ചെയ്യാനിവിടെ വേറെ ആൾക്കാരുണ്ടല്ലോ. അത് കഴിഞ്ഞാലോ 2 ദിവസം കഴിഞ്ഞ് പന്തളത്ത് കണ്ടത്, ആള് കൂടിയത് കണ്ടോ നിങ്ങൾ? ജനസാഗരം കണ്ടോ? അവിടുത്തെ സ്വാമിയെ വിളി കേട്ടോ നിങ്ങൾ? സ്വാമിയേ അതാണ് സ്വാമി. സാധകമായിട്ട് അത് ചെയ്യുന്നവന്റെ വിളി. നിങ്ങൾ അതിന് പകരം പമ്പാ സംഗമത്തിൽ കാണിച്ച കോക്കാമ്പീച്ചി എന്താണ്? എത്ര വികൃതമായ വിളിയാണ്! സ്വാമിയേ ശരണമയ്യപ്പ, ഇങ്ങനെയാണോ സ്വാമി അയ്യപ്പൻ വിളിക്കേണ്ടത്? അതിൻ്റെ അടിസ്ഥാന പാഠങ്ങൾ ഹരിശ്രീ പോലും അറിയാതെ അവിടെ ഒരു സംഗമം നടത്തിയിട്ട് എന്താ കാര്യം? നിങ്ങൾ പറയും ഇത് ടൂറിസം വില്ലേജ് ആക്കി മാറ്റാനാണ്, മാസ്റ്റർ പ്ലാൻ ചർച്ച ചെയ്യാനാണ്. നിങ്ങൾ ആത്മീയത എന്ന് പറയുന്നത് നിങ്ങൾക്ക് നടത്താൻ എങ്ങനെ സാധിക്കും? നിങ്ങൾ നിഷേധിക്കുന്ന ഒന്നിനെ നിങ്ങൾക്ക് എങ്ങനെ ചർച്ച ചെയ്യാൻ വെക്കാൻ പറ്റും? വൈരുദ്ധ്യാത്മക ഭൗതികവാദം മന്ത്രവാദത്തെക്കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്യുന്നത് പോലെ ഒരു അശ്ലീലമല്ലേ മാർക്സിസ്റ്റ് പാർട്ടി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം? അത് എനിക്ക് മനസ്സിലാവാൻ. പിന്നെ മാസ്റ്റർ പ്ലാൻ എന്ന് പറഞ്ഞാൽ പഠിച്ച് തയ്യാറാക്കി കൊണ്ടുവച്ചതാണ് മാസ്റ്റർ പ്ലാൻ. അതിനെക്കുറിച്ച് എന്താ ചർച്ച ചെയ്യാൻ? എഞ്ചിനീയറിംഗ് കോളേജിലെ കുറച്ച് വനിതകൾ ചർച്ച ചെയ്തെന്ന്. അവർ പോയിട്ടുള്ള സ്ഥലമല്ല ശബരിമല. അവിടുത്തെ എഞ്ചിനീയറിംഗിനെ കുറിച്ച് ഇവരിരുന്ന് ചർച്ച ചെയ്യുക. സാർ, നമ്മുടെ ഈ പാലസ്തീനിലേക്ക് വന്നാൽ, ഈ മലബാറിൽ ഇപ്പോൾ ഇത് നടത്തുന്നത് അയ്യപ്പ സംഗമം കോമ്പൻസേറ്റ് ചെയ്യാനാണ്. അപ്പുറത്ത് അയ്യപ്പ സംഗമം നിങ്ങൾ നടത്തിയില്ലേ, അപ്പോൾ ന്യൂനപക്ഷ വിരുദ്ധരാണ് എന്നുള്ളൊരു പേര് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണോ ഈ മലബാറിൽ ഇത്തരത്തിലൊരു പാലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനം സംഘടിപ്പിക്കുന്നത്? അതൊന്നാമത്തെ ചോദ്യം. വർഗീയതയുടെ ഉദ്ഘാടനമാണ് പമ്പാ സംഗമം എന്നും പറഞ്ഞ് നടത്തിക്കളഞ്ഞത്. പമ്പാ സംഗമമല്ല, ആഗോള അയ്യപ്പ സംഗമം. അവിടെ ആഗോളത്തിലൊരു അയ്യപ്പനും വന്നില്ലെന്നുള്ളത് മറ്റു കസേരകൾ ഒഴിഞ്ഞും കിടന്നു പോട്ടെ. അവരുടെ ആശയമാണ്. നിങ്ങൾ എന്തിനാ മതത്തിന്റെ പേരിൽ, ഒരു മതത്തിന്റെ ദൈവത്തിന്റെ പേരിൽ ഒരു സംഗമം സംഘടിപ്പിക്കുന്നത്? നിങ്ങളുടെ കമ്മ്യൂണിസം എവിടെയാണ് ചോർന്നു പോയിരിക്കുന്നത്? സാർ, ഈ ചോദ്യങ്ങൾക്ക് മറുപടിയാണോ ഇപ്പുറത്ത് നടത്തുന്നതും ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. വർഗീയതയാണ്, തനി വർഗീയത വിതയ്ക്കുകയാണ്. അതായത് ഹിന്ദുക്കൾ കൂടുതലുള്ളടത്ത് ഹിന്ദു സംഗമം, മുസ്ലിങ്ങൾ കൂടുതലുള്ളടത്ത് മുസ്ലിങ്ങൾക്ക് വേണ്ടി അവരെ സൂചിപ്പിക്കുന്ന ഒരു സംഘം. അത് ആ പേര് പറയാൻ പറ്റത്തില്ല സാർ. ഇപ്പൊ ന്യൂനപക്ഷ സംഗമം എന്ന് ആദ്യം പറഞ്ഞു, പക്ഷെ അത് വലിയ എതിർപ്പ് ഉയർന്നു. അതിന് നിയമപരമായ പ്രശ്നങ്ങൾ വരുമെന്ന് മനസ്സിലായപ്പോഴാണ് അത് പ്ലേറ്റ് മാറ്റി പാലസ്തീൻ ഐക്യദാർഢ്യ സംഘം നേരത്തെ നടത്തിയിട്ടുണ്ട്. അത് മുസ്ലിം ലീഗ് കാണുന്നേ ഉള്ളൂ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ പാലസ്തീൻ ഐക്യദാർഢ്യം, പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിന് കേരളം എന്ന് പറഞ്ഞ് ഇങ്ങനൊരു സംസ്ഥാനവും ഇവിടെ ഒരു മുഖ്യമന്ത്രി ഇങ്ങനെ ഉണ്ടെന്നൊന്നും അവർക്കറിയില്ല.
ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, പാലസ്തീൻ എന്ന് പറയുന്നത് രണ്ടുണ്ട്. ഒന്ന് വെസ്റ്റ് ബാങ്ക്. വെസ്റ്റ് ബാങ്കിന്റെ ഒരു ഭാഗം ഭരിക്കുന്നത് ഇപ്പോൾ പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ ആണ്. ആ ഒരു രാജ്യത്തെയാണ് ഫ്രാൻസ്, യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം അംഗീകരിച്ചു. ആ PLO എന്താ പറഞ്ഞിരിക്കുന്നത്? ഇന്ത്യ അംഗീകരിച്ചിട്ടുണ്ടല്ലോ. ഇന്ത്യ അംഗീകരിച്ചു. എന്നോ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് അംഗീകരിച്ചതാണ്. ഈ PLO എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് അറിയാൻ ഏറ്റവും ഒടുവിൽ ഹമാസുകാരോട് നിങ്ങൾ പോകാനല്ല, ആയുധം വെച്ച് കീഴടങ്ങുക, ബന്ദികളെ വിട്ടയക്കുക, മര്യാദക്കിരിക്കുക. ഈ PLOയെ തോൽപ്പിച്ചുകൊണ്ടാണ് ഭീകരവാദികളായ ഹമാസ് ഒരു പാലസ്തീൻ ചെറിയൊരു പ്രദേശത്തേക്ക് അവരെ ഒതുക്കി. അല്ലെങ്കിൽ ഈ പ്രദേശം മുഴുവൻ അവർ ഭരിച്ചേനി. അവർക്കും കുറച്ച് തീവ്രവാദമൊക്കെ ഉണ്ടായിരുന്നു. യാസർ അറഫത്തിന്റെ കാലത്ത് അവര് മുഖ്യധാരയിലാണ്. അവരിപ്പോ ജനാധിപത്യ പ്രക്രിയയിലാണ്, തെരഞ്ഞെടുപ്പിലൂടെയാണ്. ആ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേടിയതാണ് ഹമാസ്. പക്ഷെ ഭീകരവാദത്തിലേക്ക് പോയി ഇസ്രായേലിലെ ആൾക്കാരെ ബന്ദികളാക്കി തനി ഭീകരവാദമായി. അതിന്റെ ഫലമായിട്ടാണ് ഗാസയിൽ ഇപ്പോൾ ഇസ്രായേൽ ആക്രമണം നടത്തുന്നത്. കാരണം ഇതിൽ ഒരെണ്ണം പോലും ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ പശ്ചിമേഷ്യയിൽ സമാധാനം ഉണ്ടാവുകയില്ല. ഇപ്പൊ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം അംഗീകരിച്ചെങ്കിലും അമേരിക്ക അവരാരും ഹമാസിനെ അംഗീകരിച്ചിട്ടില്ല. അതെ, ഹമാസിനെ പക്ഷേ ഈ ഹമാസിന് വേണ്ടിയുള്ള സമ്മേളനമാണ് ഇവിടെ പാലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനം എന്ന് ശരിക്കും പറഞ്ഞാൽ വളരെ കൃത്യമായിട്ട് വർഗീയ തീവ്ര രാജ്യവിരുദ്ധമായിട്ടുള്ള ഒന്നും അല്ല. ഇതിനകത്ത് ഇവർ പറയുന്നത് ഈ പാലസ്തീന്റെ അംബാസഡറെ പങ്കെടുപ്പിക്കുമെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ വേദിയിൽ എല്ലാം ഇടത് നേതാക്കളായിരിക്കും, മുസ്ലിം സംഘടനകളെയൊക്കെ ക്ഷണിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ മുസ്ലിം സംഘടനാ നേതാക്കൾക്ക് പ്രസംഗിക്കാനുള്ള ഒരു അവസരം അവിടെ കൊടുക്കില്ല എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അതെന്തായാലും നമുക്ക് നടന്നു കഴിഞ്ഞേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഈ പറഞ്ഞതുപോലെ പാലസ്തീൻ അംബാസിഡറെ ക്ഷണിക്കാനുള്ള അവകാശവും അധികാരവും ഒക്കെ ഇവർക്കുണ്ടോ? ഇല്ല. കാരണം വിദേശ നയത്തിന്റെ കാര്യത്തിൽ ഒരു വക്താവിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഓഫീസിൽ വിളിച്ചു വരുത്താം, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വിളിച്ചു വരുത്താം. പക്ഷെ അദ്ദേഹത്തെ ഒരു പൊതു അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട് ഒരു മീറ്റിങ്ങിൽ വിളിച്ച് പബ്ലിക്കായിട്ട് അദ്ദേഹത്തെ കൊണ്ട് സംസാരിപ്പിക്കാം, അഡ്രസ് ചെയ്യാം. ഇത് നമ്മുടെ തുടർന്നു വരുന്ന വിദേശ നയത്തിനെതിരായിട്ടുള്ള പ്രസ്താവനകൾ ഇത് വേണമെങ്കിൽ കേന്ദ്ര സർക്കാരിന് ഇടപെട്ട് ഒഴിവാക്കാം. മര്യാദയുള്ള അംബാസിഡർ ആണെങ്കിൽ ഇങ്ങനെയുള്ള യോഗങ്ങളിൽ അദ്ദേഹം പോവില്ല. മര്യാദയും വിവരമുള്ള അംബാസിഡർ ആണെങ്കിൽ. കാരണം ഏതെങ്കിലും അംബാസിഡർ ഇപ്പോൾ പാട്രിക് മൊയ്നിഹാൻ ഇരുന്ന കാലത്ത് എന്തെല്ലാം അദ്ദേഹത്തിന് അറിയുന്നത്, എവിടെയെങ്കിലും മീറ്റിംഗ് എന്ന് പ്രസംഗിച്ചു. അദ്ദേഹം പുസ്തകം എഴുതിയപ്പോഴാണ് കേരളത്തിലെ തകർക്കാൻ വേണ്ടിയിട്ട് CIA പണം കൊടുത്തിരുന്നു എന്നുള്ള പറഞ്ഞത് അല്ലേ? ഇതൊക്കെ പബ്ലിക്കായിട്ട് പറയേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. അതുപോലെ പാലസ്തീനെ അനുകൂലിക്കുന്ന നമ്മുടെ വിദേശ വകുപ്പ് എന്ന് പറയുന്ന ഒരു വകുപ്പ് കേരള സംസ്ഥാനത്തിന് ഇല്ല. അത് കൈകാര്യം ചെയ്യേണ്ടത് ഇവർ തന്നെ വിശ്വസിക്കുന്ന ഭരണഘടനാ പ്രകാരം കേന്ദ്ര ഗവൺമെന്റാണ്. അപ്പൊ അംബാസഡറെ ഒന്നും വിളിച്ചു വരുത്തുന്നത് ശരിയായിട്ടുള്ള തീരുമാനമല്ല. തന്നെയല്ല, ഇവിടെ ഒരു ചോദ്യം പ്രസക്തമാകുന്നത്, നിങ്ങൾ പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷനെ അംഗീകരിക്കുന്നുണ്ടോ? അംഗീകരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സമ്മതിക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ ഗാസയിൽ നടക്കുന്ന ആക്രമണത്തിന് കാരണക്കാര് ഈ ഹമാസ് തന്നെയാണ്. ഹമാസിന്റെ പ്രകോപനമാണ്. അവർ കുട്ടികളെ കൊല്ലുകയാണ്, രോഗിണികളെ കൊല്ലുകയാണ്, ഗർഭിണികളെ കൊല്ലുകയാണ്. എന്നിട്ട് അവർ പോയി ഖത്തറിൽ പോയി ഒളിച്ചിരിക്കുകയാണ്. അതാണ് ഇസ്രായേൽ പൊളിച്ചത്. ആക്രമണത്തിൽ 5 പേര് കൊല്ലപ്പെട്ടു. അവർ മധ്യസ്ഥ ചർച്ച നടത്താൻ പോവുകയാണെന്നാണ്. മധ്യസ്ഥ ചർച്ചയാണെങ്കിൽ ഹമാസ് മാത്രം പോലല്ല, അമേരിക്കയുടെ പ്രതിനിധി വേണ്ടേ, ഖത്തറിന്റെ പ്രതിനിധി വേണ്ടേ, ആരെങ്കിലും ഉണ്ടായിരുന്നു. അവർ ഗൂഢാലോചന നടത്തുകയാണ് ആക്രമണത്തിന് വേണ്ടിയിട്ട്, അവരെ അടുക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു രാജ്യം നിയമങ്ങൾ ഹമാസ് പാലിക്കാതിരിക്കുമ്പോൾ ഐക്യരാഷ്ട്രസഭയ്ക്ക് പ്രതിഷേധമില്ല. പക്ഷെ ഇസ്രായേൽ പാലിക്കാതിരിക്കുകയല്ല, നിലനിൽപ്പിന് വേണ്ടി പോരാടുകയാണ്. അല്ലെങ്കിൽ ഇസ്രായേൽ എന്നൊരു പറയുന്ന ഒരു ഭൂമി പാലസ്തീൻ അനിസ്ലാമികമായിട്ടുള്ള ഒരു രാജ്യം അവിടെ പാടില്ല എന്നുള്ളതാണ് നടക്കുന്ന കാര്യമാണ്. അപ്പോൾ അതാണ് അവിടുത്തെ വലിയ പ്രശ്നം. അപ്പോൾ ആരെയാണ് നിങ്ങൾ അനുകൂലിക്കുന്നത്? പാലസ്തീൻകാരെയാണെങ്കിൽ നിങ്ങൾ ഭീകരവാദത്തെയാണ് അനുകൂലിക്കുന്നത്. വാസ്തവം പറഞ്ഞാൽ നട്ടലോടുകൂടി ഈ ഭീകരവാദത്തിനെതിരെ പോരാട്ടം നടത്തുന്ന ഒരേ ഒരു രാജ്യമാണ്. ഈ പാകിസ്ഥാന്റെ അണുബോംബുണ്ടല്ലോ, ആ അണുബോംബ് ഒരൊറ്റ നിമിഷം കൊണ്ട് അവർ തകർക്കുമായിരുന്നു. മൊറാർജി ദേശായി അധികാരത്തിലിരുന്ന സമയത്ത് പറഞ്ഞതാണ്, നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, ഞങ്ങൾക്ക് അത്രയും ദൂരം പെട്രോൾ നിലനിർത്താൻ കഴിയും, നിങ്ങളുടെ രാജ്യത്ത് ഇന്ധനം നിറയ്ക്കാൻ സൗകര്യമുണ്ടോ? നോ പറഞ്ഞു മൊറാർജി ദേശായി. അന്ന് വിദേശകാര്യമന്ത്രി ബേബി വാജ്പേയി, അദ്ദേഹത്തിന് അതിന് അനുകൂലമായിരുന്നു. പക്ഷേ പ്രധാനമന്ത്രി മൊറാർജി സമ്മതിച്ചില്ല. പിന്നെ ഇദ്ദേഹം വാജ്പേയി അധികാരത്തിൽ വന്നപ്പോഴത്തേക്ക് അമേരിക്കയുടെ ശക്തമായ എതിർപ്പുണ്ട്. കാരണം അമേരിക്കയുടെ ആണ് അവിടുത്തെ പ്രോപ്പർട്ടി മുഴുവൻ. എന്നിട്ടും കാർഗിൽ യുദ്ധത്തിൽ ഇസ്രായേൽ നമ്മളെ സഹായിച്ചു. അതെ, ഇസ്രായേൽ എപ്പോഴും സഹായിക്കാൻ സന്നദ്ധമാണ്.
അപ്പൊ സാർ ഇവിടെ ഇപ്പൊ നമുക്ക് ഈ പാലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനം നടക്കുമോ ഇല്ലയോ? നമുക്ക് നടക്കും സമ്മേളനം എങ്ങനെയെങ്കിലും നടത്തും, എന്തെങ്കിലും അവർ നടത്തും. അതായത് ഇതിപ്പോ LDF ആണ് ഇത് നടത്താൻ മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇത് പാലസ്തീൻ അല്ല താല്പര്യം, അടുത്ത തെരഞ്ഞെടുപ്പിലെ വിജയമാണ്. വർഗീയമായിട്ട് അതിനു വേണ്ടിയിട്ട് വോട്ടുകൾ സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് അയ്യപ്പ സംഗമവും അതുപോലെ തന്നെ ഇപ്പൊ നടക്കുന്ന ന്യൂനപക്ഷ. നേരത്തെ രണ്ടും ഒന്നുപോലെ കമ്മ്യൂണിസ്റ്റുകൾക്ക് വർജ്യമായിട്ടുള്ളതൊന്നുമാണ് നമ്മൾ അപലപിക്കേണ്ടതുമാണ്. കാരണം മതേതര ഭരണഘടനയാണ് നമുക്കുള്ളത്. ഇപ്പൊ ഹിന്ദു ഐക്യവേദി പന്തളത്ത് നടത്തിയതുകൊണ്ട് ഒരു കുഴപ്പമില്ല, അത് ഗവൺമെന്റ് അത് സ്പോൺസർ ചെയ്യാൻ പാടില്ല. മുസ്ലിം സംഘടന ഇത് നടത്തിയാൽ നമുക്ക് മനസ്സിലാക്കാം. മുസ്ലിം ലീഗ് നടത്തിയല്ലോ, ഗവൺമെന്റ് ഇത് സ്പോൺസർ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ഇവിടെ ഇപ്പോൾ LDF ആണ് മുന്നോട്ട് വന്നിരിക്കുന്നത്, ഗവൺമെന്റ് നേരിട്ടല്ല. ഗവൺമെന്റ് നമ്മളെ സർക്കാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം, ഞാൻ അറിയാതെ തെറ്റിപ്പോയതാണ്. ഈ LDF ആണ് ഇത് നടത്തുന്നത്. ഈ പറയുന്നത് പോലെ ഇങ്ങനെയൊക്കെ ഈ അംബാസഡറെയൊക്കെ ക്ഷണിക്കാൻ പോകുന്നു. എന്തായാലും നമുക്ക് കണ്ടറിയാം. കാരണം ഗവൺമെന്റ് സ്പോൺസേഡ് ആണെന്നുള്ളത് വളരെ വ്യക്തമാണ്. അതൊക്കെ വെറുതെ കള്ളം പറയുന്നതാണ്, അവർക്ക് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുമാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യം. ഇനി ഇപ്പൊ ദേവസ്വം ബോർഡിനെ പോലെ വഖഫ് ബോർഡിനെ കൊണ്ട് ഇത് ഇവർ നടത്തിക്കാത്ത എന്താണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഒരു പേരും പറഞ്ഞിട്ട് ഇപ്പൊ പാലസ്തീൻകാര് കുട്ടികളെ മുന്നേ നിർത്തിക്കൊണ്ട് ഒരു ഹ്യൂമൻ ഷീൽഡ് ആയിട്ട് വെക്കുന്ന പോലെ ദേവസ്വം ബോർഡിനെ ഒരു ഹ്യൂമൻ ഷീൽഡ് ആക്കിക്കൊണ്ട് അവര് അയ്യപ്പ സംഘം, ആഗോള അയ്യപ്പ, അതുപോലെ വഖഫ് ബോർഡിനെ അവിടെ ഒരു പിന്നെ ഈ പറയുന്ന ഒരു ഹ്യൂമൻ ഷീൽഡ് ആക്കിക്കൊണ്ട് അവർക്ക് നടത്താവുന്നേ ഉള്ളൂ. അങ്ങനെ ചെയ്യാത്ത എന്താണെന്നുള്ളതാണ് എന്റെ സംശയം.